നമ്മൾ മലയാളികൾ ഏറെ വ്യത്യസ്തരാണെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. കാരണം വൈശാഖൻ തമ്പിയുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ എപ്പോഴും ഇത് ഓർമ്മയിൽ വരുന്ന ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, വളരെ വ്യത്യസ്തമായ രീതിയിൽ പല വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ മധ്യേ നിന്നുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും വിളിച്ചു പറയാൻ കാണിക്കുന്ന ആ ധൈര്യവും ചങ്കൂറ്റവും അത് തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ട ഒന്ന് തന്നെയാണ്. വേറൊന്നും കൊണ്ടുമല്ല, ഈ പറയുന്ന ഓരോ വിഷയങ്ങളും ഈ കഴിഞ്ഞ ദിവസം കാണാനിടയായ ഒരു വീഡിയോയിന് മറുപടിയായിട്ട് തന്നെ ഞാൻ എൻ്റെ റിയാക്ഷൻസിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അത് പലപ്പോഴും ജീവിതത്തിൽ എല്ലാ മേഖലകളിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ പറയുന്നത് ഒട്ടും വ്യത്യസ്തമായ കാര്യങ്ങളൊന്നുമല്ല. അത് മതപരമാകട്ടെ അതല്ല യുക്തിപരമാകട്ടെ എല്ലാത്തിലും അത് അപ്ലൈ ചെയ്താൽ അതിൻ്റെ ആ ഒരു പൊള്ളത്തരം നമുക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരു വീഡിയോ ഞാൻ കണ്ടത് വേറൊന്നുമല്ല, ബ്ലഡി ഏത്തിയസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ചാനലിൽ വന്ന ഒരു ചെറിയൊരു കട്ടിംഗ് ആണ്. അതിനകത്ത് അത് തലക്കെട്ട് കൊടുത്തിരിക്കുന്ന ഫണ്ണി സ്പീച്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് വിദ്യാഭ്യാസമുള്ള ആളുകൾ ഇത്രയും നാൾ വിശ്വസിച്ച് വന്ന ആ ഒരു വിഷയം അതെന്ത് തന്നെ ആയിക്കോട്ടെ, അതിൽ നിന്ന് മാറ്റി ചിന്തിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നിരീശ്വരവാദികളോട് ഇത്രയധികം എതിർക്കുന്നത് എന്നാണ് വൈശാഖൻ തമ്പിയുടെ വാദം. അത് ആ പറഞ്ഞതിന് രണ്ട് വശമുണ്ട് എന്നുള്ള കാര്യം മറച്ചു പിടിച്ചുകൊണ്ടാണ് കാണികളുടെ മുമ്പിലേക്ക് ആ ഒരു ശൈലിയിൽ ആ ഒരു അവതരണം നടത്തിയിരിക്കുന്നത്. അത് വേറൊന്നും കൊണ്ടുമല്ല, വ്യക്തിപരമായി ചിന്തിച്ചാൽ അതിന് അതിൻ്റെതായ ഉത്തരം അതിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. അത് നിരീശ്വരവാദികൾക്കും ബാധകമായ ഒരു ചോദ്യം തന്നെയല്ലേ. കഴിഞ്ഞ നാളത്രയും നിരീശ്വരവാദിയായി തുടർന്നിട്ട് യുക്തിപരമായ ഒരു കാര്യവും കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, യുക്തിപരമായ ഒരു കാര്യം കണ്ടെത്താനുള്ള ഒരു അന്വേഷണം അത് ഒരു കാലത്തും ഒരു നിരീശ്വരവാദിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും വേണ്ട. അത് നിരീശ്വരവാദി ആയതുകൊണ്ടല്ല, അത് വ്യക്തിപരമായി ചില കാര്യങ്ങൾ വൈശാഖൻ തമ്പി തന്നെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. തൻ്റെ കഴിഞ്ഞ നാളിലെ ഇൻ്റർവ്യൂവിൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് വൈശാഖൻ തമ്പി നമ്മളെ ഓർമ്മിപ്പിച്ചു. അത് ഇത്രയും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരാൻ പുള്ളിക്ക് മാത്രമേ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ആ ഒരു കാര്യം എടുത്തു പറഞ്ഞത്.